ഹലോ, ഇന്ന് ടെക്കിട്രിക്സിൽ നമുക്ക് പ്രിൻ്റ് സ്ക്രീൻ അഥവാ സ്ക്രീൻ ക്യാപ്ചറിങ്ങിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ ക്യാപ്ചറിങ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്കത് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ നമുക്ക് ഈ പ്രിൻ്റ് സ്ക്രീൻ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഈ കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമ്മൾ സ്ക്രീൻ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പരിമിതികളുണ്ട്. നമ്മൾ സാധാരണ അതാണ് ഉപയോഗിക്കാറ്. അധികം ആളുകൾക്കും അത് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. പ്രിൻ്റ് സ്ക്രീൻ നമ്മൾ ചെയ്യുമ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്ന വിഷ്വലിൻ്റെ ഒരു ക്യാപ്ചറിങ് ആണ് കിട്ടുന്നത്. അതിൽ നമുക്ക് കൺട്രോൾ വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്തതാണ് നിങ്ങൾക്ക് ഈ എക്സ്പ്ലോറർ വിൻഡോയിൽ കാണുന്നത്. ഇത് കുറേ വിധത്തിൽ പനോരമിക് ആയിട്ട് കാണുന്നത് വെച്ചാൽ ഞാൻ 2 മോണിറ്റർ ഉപയോഗിക്കുന്നത്, ഡ്യുവൽ മോണിറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ മൾട്ടി മോണിറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ പനോരമിക് വ്യൂ ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടും. ആ 2 മോണിറ്ററും ക്യാപ്ചർ ചെയ്യുന്നതാണ് കാരണം. ഇനി നമ്മളത് സിംഗിൾ മോണിറ്റർ ആയിരുന്നു, നമുക്ക് ഒരു മോണിറ്റർ മാത്രം ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വിൻഡോ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് ആൾട്ട് പ്രസ് ചെയ്യുക. ആൾട്ട് പ്രസ് ചെയ്തിട്ട് പ്രിൻ്റ് സ്ക്രീൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിംഗിൾ വിൻഡോയുടെ കിട്ടും. അത് നമുക്ക് ഏത് വിൻഡോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് നമ്മൾ ഏതാണോ നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടേണ്ടത് ആ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ആ വിൻഡോയിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് ആക്റ്റീവ് ആക്കിയിട്ട് അത് കറണ്ട് ടാർഗറ്റ് വിൻഡോ ആക്കിയിട്ട് നമ്മൾ ആൾട്ട് പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ചിത്രം കിട്ടും. എന്നാൽ നമുക്ക് പ്രിൻ്റ് സ്ക്രീനിൽ ഇതുപോലുള്ള പരിമിതമായ കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ വല്ല അനോട്ടേറ്റ് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ പെയിൻറ്റിലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ആപ്ലിക്കേഷനുകളോ കൊണ്ടുപോയിട്ട് വേണം നമ്മളിത് എഡിറ്റ് ചെയ്യാൻ. എന്നാൽ നമുക്ക് ക്യാപ്ചർ ചെയ്യുന്നതോടൊപ്പം നമുക്ക് അനോട്ടേഷൻ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യാനോ ഹൈലൈറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ സൗകര്യം കൂടി തരുന്ന ആപ്ലിക്കേഷനുകൾ വിൻഡോസിൽ തന്നെ ലഭ്യമാണ്. നമ്മൾ അഡീഷണൽ ആയിട്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്തരത്തിൽപ്പെട്ട ഒന്നാണ് സ്നിപ്പ് ആൻഡ് സ്കെച്ച്. ഇതിന് നമ്മൾ കീബോർഡിൽ ഷോർട്ട് കട്ട് ഉണ്ട്. വിൻഡോസ് ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്താൽ മതി. മോണിറ്ററിൽ നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് കാണാം. അതോടൊപ്പം സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ചെറിയ ടൂൾ ബാർ മുകളിൽ വരും. വ്യത്യസ്ത ഷേപ്പുകൾ നമുക്കതിന് സെലക്ട് ചെയ്യാം. ആ ഷേപ്പുകൾ എടുത്ത് നമ്മൾ അതുപോലെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോ ചെയ്ത ഏരിയ അത് ക്യാപ്ചർ ചെയ്യും. ഈ ക്യാപ്ചർ ചെയ്തത് ക്ലിപ്പ് ബോർഡിൽ കിടക്കും. അത് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. വിൻഡോസ് ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്ത് ശേഷം ഞാൻ വേർഡിൽ വന്നിട്ട് അവിടെ കൺട്രോൾ വി അടിക്കുമ്പോൾ എന്താണോ ആ ക്യാപ്ചർ ചെയ്തത് അത് അവിടെ പേസ്റ്റ് ആകുന്നു. വളരെ ഈസിയാണ് എന്ന് മാത്രമല്ല, നമുക്ക് പ്രിന്റ് സ്ക്രീൻ പോലെയല്ല, നമുക്ക് ആവശ്യമുള്ള ഏരിയ അല്ലെങ്കിൽ ഷേപ്പ് ഒക്കെ നമുക്കിതിൽ ക്യാപ്ചർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനുള്ള ഒരു പ്രധാന പ്രത്യേകത. ഇനി ഇതിൻ്റെ കൂടുതൽ കൺട്രോളുകളുള്ള ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതായത് നമുക്ക് സ്റ്റാർട്ട് മെനുവിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ വിൻഡോസ് സെർച്ചിൽ നമ്മൾ സ്നിപ്പ് ആൻഡ് സ്കെച്ച് എന്ന് അല്ലെങ്കിൽ സ്നിപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടും. എന്നിട്ട് ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ആദ്യം ഷോർട്ട് കട്ട് കൊടുത്തപ്പോൾ കണ്ടതുപോലുള്ള ഒരു ചെറിയ ടൂൾ ബാറാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മളൊന്നും കാണുന്നൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചതിന് പകരം ഇതൊരു വിൻഡോയിൽ ചെറിയൊരു ആപ്പിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തത് എന്താണോ അത് ഓപ്പൺ ചെയ്ത് നമ്മുടെ മുന്നിൽ വരും. കണ്ടോ, ഇതുപോലെ. ഇതിൽ നമുക്ക് കുറേ ടൂൾസ് ലഭ്യമാണ്. നമുക്ക് വരക്കാനും അതുപോലെ ഹൈലൈറ്റ് ചെയ്യാനും, നമ്മൾ ആദ്യം ചെയ്തത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് എറേസ് ചെയ്യാനും, അതുപോലെ സ്കെയിലിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിനകത്ത് ലഭ്യമാണ്. അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനിലേക്ക് കോപ്പി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. ഷോർട്ട് കട്ടിലൂടെ എടുത്ത അതേ സംഭവം തന്നെയാണ്, പക്ഷേ ഇതിൽ നമുക്ക് ഇവിടെ ഒരു വിൻഡോ, ഒരു ആപ്പ് പോലെ കിട്ടി. നമുക്കതിൽ കൂടുതൽ കൺട്രോൾസ് ലഭ്യമാണ്. ഇനി ക്യാപ്ചറിങ്ങിന് നമുക്ക് മറ്റൊരു ആപ്പാണ് സ്നിപ്പിംഗ് ടൂൾസ്. ഇതും സ്റ്റാർട്ട് മെനുവിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുത്തിട്ട് അത് സ്റ്റാർട്ട് മെനുവിലോ ടാസ്ക് ബാറിലോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിന് മുമ്പ് നമ്മൾ കണ്ട സ്നിപ്പ് ആൻഡ് സ്കെച്ച് പോലെ തന്നെയാണ് ഇതിൻ്റെയും പ്രവർത്തനം. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു ആപ്പ് ഓപ്പൺ ചെയ്യും. അതിൽ വ്യത്യസ്ത ഷേപ്പുകളിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്ചർ ചെയ്ത ഇമേജ് ഒരു വിൻഡോയിൽ ഓപ്പൺ ചെയ്യും. അതിനകത്ത് നമ്മൾ ഇതിന് മുമ്പ് കണ്ടതുപോലെ തന്നെ എല്ലാ കൺട്രോൾസും മീൻസ് നമുക്ക് ഡ്രോ ചെയ്യാനും അതുപോലെ ഹൈലൈറ്റ് ചെയ്യാനും നമുക്ക് വേണ്ടാത്തത് എറേസ് ചെയ്യാനും അതുപോലെ ക്രോപ്പ് ചെയ്യാനും ഇങ്ങനെ കുറേ സംവിധാനങ്ങൾ സ്നിപ്പിംഗ് ടൂൾസിലും നമുക്ക് ലഭ്യമാണ്. അതുമാത്രമല്ല, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പെയിന്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനവും ഇതിനകത്തുണ്ട്. ക്യാപ്ചറിംഗ് ടൂളുകളിൽ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഗെയിം ബാറിലൂടെയാണ്. കീബോർഡിലെ വിൻഡോസ് ജി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം ബാർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൽ ക്യാപ്ചർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു മിനി ടൂൾ ബാർ അവൈലബിൾ ആവും. അതിനകത്ത് നമുക്ക് സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, വീഡിയോ. ഇതിനകത്തുള്ള മറ്റൊരു സവിശേഷതയാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതിലൊന്നും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമില്ലെങ്കിൽ ഇതിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്.
പിന്നെ നമുക്കിതിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം കൂടിയുണ്ട്. ഇത് നമ്മൾ മറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്ക്രീൻ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഈ ടൂൾ ബാർ കാണിക്കാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഇമേജ് ഉപയോഗിക്കുന്നത്. വിൻഡോസ് G അടിച്ചിട്ട് ഗെയിം ബാർ കിട്ടുന്നില്ലെങ്കിൽ അത് കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആകെ 5 രീതിയിൽ സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇതൊക്കെ നമുക്ക് വിൻഡോസിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതിന് നമുക്ക് അഡീഷണൽ ആയിട്ടൊന്നും ചിലവാക്കേണ്ടതോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടോ ഒന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു, ബൈ.